എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ 1-2 പേരൊക്കെ എന്നോട് പറഞ്ഞു ഷോർട്ട് വീഡിയോ മാത്രമല്ല ലോങ് വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിനുള്ളൊരു കോൺഫിഡൻസ് സത്യത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം എങ്ങനെ വീഡിയോ എടുക്കണം, എന്തെടുക്കണം എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് കേട്ടോ. പിന്നെ ലൈറ്റ് ബ്ലിങ് ആവുന്നുണ്ട്. എന്താ പറയണ്ടേ, വേറൊന്നും പറയാനില്ല. പിന്നെ അവിടെ നല്ല മഴയുണ്ട് കേട്ടോ. രാത്രിയൊക്കെ ഭയങ്കര മഴയായിരുന്നു, കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടെന്ന് വിചാരിക്കുന്നു. വേറെന്താ പറയാനൊന്നും അങ്ങനെയൊന്നും അറിഞ്ഞൂടാ കേട്ടോ, പറഞ്ഞ് പഠിച്ച് ശീലിക്കുന്നേ ഉള്ളൂ. ബേസിക്കലി ഒരു ടീച്ചറാണ് ഞാൻ കേട്ടോ. എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു നോർമൽ ടോക്ക് എനിക്ക് ശീലമില്ല. ഇപ്പം കോളേജിലെ പിള്ളേരോടാണെങ്കിലും അങ്ങനെയൊന്നും സംസാരിക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ. പിന്നെ എനിക്ക് അത്രയും ഇഷ്ടമുള്ള അല്ലെങ്കിൽ എൻ്റെ അത്രയും എന്താ പറയുക ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് ഞാൻ ഒത്തിരി സംസാരിക്കുന്നത്. അല്ലാതെ എനിക്ക് സംസാരിക്കണമെന്ന് അറിയില്ല. അപ്പം എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കാണുന്നവർ എനിക്ക് തോന്നുന്നു കുറേ പേര് എനിക്കിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ 2024 ചാനൽ ക്രിയേറ്റ് ചെയ്തത്. 25 വരെ ഞാൻ അതിനകത്ത് ഒന്നും ചെയ്തില്ല. കാരണം ചുമ്മാ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ചാനൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചേട്ടോ. അപ്പോൾ 25-ലായപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ഞാൻ റെഗുലറായിട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും റീസെൻ്റായിട്ട് എപ്പോഴും വീഡിയോ ഇടുന്നുണ്ട്. അതിന് മുന്നേ ഞാനങ്ങനെ വീഡിയോ ഒന്നും ഇടലില്ലായിരുന്നു. എന്നാലും എനിക്കൊരു 400 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവരോട് താങ്ക്സ് പറയാനുണ്ട്. കാരണം പറയാതെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇനി മുന്നോട്ട് നിങ്ങളുടെ എന്താ പറയണ്ടേ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പ്രത്യേകിച്ച് പറയുകയാണ്. അപ്പം എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം. ഞാൻ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് എനിക്കുപാട് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പ് ആട്ടോ വെള്ളം കുടിക്കുക. ഇന്ന് ഞാൻ ബ്രഷ് ചെയ്തു. എന്നാലും വെള്ളം ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ആദ്യം ഞാൻ കുടിക്കൽ കേട്ടോ. രാത്രിയെല്ലാം മഴയുണ്ടായിരുന്നു. എപ്പോഴും ചെറുതായിട്ടിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് പല്ല് തേക്കൽ തന്നെയാണ് കേട്ടോ. അതായത് ഞാൻ പല്ല് തേച്ചു, ഞാൻ ഫ്രഷായി. ഇനി 2 പേരുണ്ട് ഇവിടെ. 2 പേരിൽ ഒരാൾ അവർ തന്നെ ചെയ്തോളൂ, പക്ഷെ വേറൊരാളുണ്ട്, അയാളെ പല്ല് തേപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, അപ്പോൾ നമുക്ക് പല്ലേപ്പിക്കാം. ചില ദിവസങ്ങളിലുണ്ടല്ലോ പല്ല് തേച്ചോളൂ, പക്ഷെ ചില ദിവസങ്ങളിൽ കൊഞ്ചലാണ്. നമ്മൾ തേപ്പിച്ച് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ നമ്മൾ തേപ്പിച്ച് കൊടുക്കണ്ടേ, വേണ്ടേ അല്ലേ? അതിൻ്റെ ബ്രഷ് മുടിയൊക്കെ കെട്ടണം നമുക്ക്. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുടിയെല്ലാം ബേക്കില് കുറച്ച് പേസ്റ്റൊക്കെ എടുത്താൽ മതി. വായിൽ പല്ലൊന്നും ഇല്ല, പല്ലെല്ലാം പോയി. എന്നാലും നമ്മളുള്ള പല്ല് തേച്ച് നല്ല വൃത്തിയാക്കണമല്ലോ അല്ലേ? ഇപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ചു. ഇനി മുഖമൊക്കെ നമുക്ക് തുടയ്ക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം, മുടി ഒന്ന് കെട്ടി വെക്കാം. എന്നാ നല്ല മമ്മി, നമ്മൾ മുടി കെട്ടാൻ പോവാ. ഓക്കെ, ചുന്ദരി ആയോ? ഇങ്ങനെ ചിരിച്ചനും, ഇങ്ങനെ ചുറ്റും. നമുക്ക് ചായ കുടിക്കാം. മേരിമ എന്താ ഉണ്ടാക്കിയത് നോക്കാം. ഇനി ചപ്പാത്തി ആയിരുന്നു, ചപ്പാത്തി. ചിഞ്ചിരിയായി. കുഞ്ഞപ്പ പല്ലേച്ചേ, കുഞ്ഞാ. അപ്പം അമ്മ ചപ്പാത്തിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കറി ഞാനായിരിക്കാം ആക്കേണ്ടത്. അമ്മ മീൻ മേടിക്കാൻ പോയി. ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഞാൻ ചെയ്തിട്ട് കറിയാക്കാം. മുട്ട കറി വെക്കാനുള്ള ക്ഷമ ആർക്കും ഇല്ല. ഒരാൾക്ക് ചപ്പാത്തിയും ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ട്, മീൻകറി മതിയെന്ന്. ഒരാൾക്ക് ചപ്പാത്തിയും പാൽപ്പൊടിയും. നല്ല കോമ്പിനേഷനാണ്. ഏഞ്ചുട്ടിയുടെ ഏഞ്ചുട്ടിക്ക് ഇട്ടാ പോരെ പാൽപ്പൊടി. മുഴുവൻ തിന്നണം പോരെ? മതി.
ഒത്തിരി തിന്നാല് നീ എന്നാ കാണിക്കുന്നു. ഞങ്ങൾക്ക് ഇന്നത്തെ ചപ്പാത്തി മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കഴിക്കും. കുറേ നേരം ഞാനിങ്ങനെ മുട്ടക്കറി വെക്കാൻ നടക്കണം. സ്വിച്ചില്ല ഇവരെ. മുട്ട കറി വെക്കാൻ പോയ എന്നെ അവൾ വിളിച്ചുകൊണ്ട് വന്ന് അവൾക്ക് വാരി കൊടുക്കണം പറഞ്ഞു. നമുക്ക് വാരി കൊടുത്തേച്ച് കറി വെക്കാൻ പോവാം. എഞ്ചുമാ LKG പോകുന്ന കൊച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാരി തന്നെ കഴിക്കണ്ടേ? എന്താ കുറേ വേണ്ടേ? കുറേ വേണ്ടതെന്താ? വെള്ളം. അങ്ങനെ ഞാൻ തന്നെ മുട്ട റോസ്റ്റ് ആക്കി കേട്ടോ. ഒരു തട്ടിക്കൂട്ട് മുട്ട റോസ്റ്റായിരുന്നു. തക്കാളി, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയേച്ച് അതിനകത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് മുട്ടയിട്ട് എടുത്തേക്കാണ് കേട്ടോ. ഒരു റോസ്റ്റ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. കുഴപ്പമൊന്നുമില്ല. തട്ടിക്കൂട്ടാണെങ്കിലും നല്ല കുറച്ച് ടേസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട് മുട്ട റോസ്റ്റ്. ഇതെന്ത് മീനാ ഇത്? എൻ്റെ പേരെന്തുവാ? ഇതെന്തോ ഇതിൻ്റെ പേര്? നിങ്ങൾ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ശരിക്കും അറിയില്ല. അമ്മ മറന്നുപോയോ? ഓ മമ്മി, എന്തേ? അയാള് പറഞ്ഞില്ലേ എന്ത് പേരാന്ന്? ചുട്ടി തൊടല്ലേ കുഞ്ഞാ? എന്താ അത്? വായോ? അതെന്ത് മീനാ കുഞ്ഞാ? എന്റെ വാ തുറന്നു നോക്കുക. അതെന്താ അഞ്ചു? എനിക്കറിയില്ല എന്താന്ന്. നമുക്ക് ചായ വെക്കാം. ചായ കുടിക്കാൻ പോവാണ്. മുട്ടക്കറി, ചപ്പാത്തി, ഇന്നലത്തെ കുറച്ച് മീൻചാറും ഉണ്ടായിരുന്നു. മീൻ്റെ ചാറ്. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. മീൻകറി, റോസ്റ്റ്. ഇനി നിന്റെ പണിയെന്ന് പറയുന്നത് അതിനകത്ത് ഹിന്ദിയുണ്ട്. ഹിന്ദിയുടെ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് അയിയും കായ്ക്കങ്ങ എടുത്ത് എഴുതി പഠിക്കാം. ഇനി കുറച്ച് സമയം പഠിച്ചതിന് ശേഷം മാത്രമേ കളിക്കാൻ പോകാൻ പാടുള്ളൂ. താഴെ പോണെങ്കിൽ ഹിന്ദിയുടെ പുസ്തകം എടുക്കാം. ഈ കായ്ക്കങ്ങയും എന്നെ എഴുതി കാണിക്കാം. നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത മൂവിയല്ലേ. അത് വലിയ വെടിയിൽ കാണിക്കും. കമലദളം കവിളിനയം അവിടെ വെക്കും. എനിക്കാക്കാൻ അറിയില്ല കുഞ്ഞാത്തി. അവിടെ വെക്കടാ, അവിടെ വെക്കടാ. ഇത് കാണിക്കില്ല. പിന്നെ അവിടെ വെക്കും.
ഞാൻ എഡിറ്റ് ചെയ്യുക. ഓക്കെ, വേസ്റ്റ് എടുത്തു. അയ്യോ, ഈ കൊച്ചു പാല് കുടിക്കുന്നില്ലേ എന്ന് വിചാരിക്കും അല്ലേ? ബുദ്ധി വേണമെങ്കിൽ, പഠിക്കാൻ ബുദ്ധി വേണമെങ്കിൽ എന്ത് ചെയ്യണം? പാല് കുടിക്കണം. പാല് കുടിച്ചാല് എന്തെടുക്കുവാ? ഹിന്ദിയിലാണ് ആ, ഞാൻ പഠിക്കുക. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം ടേബിളൊക്കെ വൃത്തിയായിട്ട് തുടച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അതിനിടയ്ക്ക് മോൻ പഠിക്കുന്നുണ്ടായിരുന്നു കുറച്ച്. അവന് രാവിലെ കുറച്ച് സമയം പഠിക്കാനുള്ളത് പഠിച്ചിട്ട് മാത്രമേ കളിക്കാൻ വിടത്തുള്ളൂ. അതുകൊണ്ട് അവൻ കുറച്ചിരുന്ന് പഠിക്കുകയാണ് കേട്ടോ. കുഞ്ഞാപ്പ് പോയി പഠിച്ചേ. അത് പഴുത്തില്ലല്ലോ. ഇല്ല, പഴുക്കാനാവുന്നേ ഉള്ളൂ. ഓ ഗോഡ്, എന്നാ വീണ് പോവാണല്ലോ. ഇത് തൊട്ടാ വീട് മേരിമയുടെ റംബൂട്ടാൻ എന്താ വീണ് പോയി. നമുക്ക് മേരിയമ്മയുടെ കൂടെ മീൻ മുറിക്കാൻ പോവാം. ബാ ബാ. എനിക്ക് ചെരുപ്പില്ല. അപ്പം നിങ്ങൾ പുറത്തുനിന്ന് നിങ്ങൾ രണ്ടുപേർ ചെരുപ്പിട്ടുള്ളൂ. മീമീനെ വൃത്തിയാക്കുക ഏഞ്ചുട്ടി. പേരറിയാത്ത മീമി. ഏഞ്ചിന് വേണം മീന്? വേണോ? വറുത്തോ? ഇതിന്റെ ചെതുമ്പല് വേഗം പോകുന്നുണ്ടല്ലേ? നല്ല മീനായിരുന്നു. എന്റെ വാല് മുറിച്ചു. ഇവിടെ പൈപ്പിലെ വെള്ളം കളയല്ലേ ചുമ്മാ. കുഞ്ഞാപ്പൂ എഴുതി കഴിഞ്ഞോ? കുഞ്ഞാപ്പൂനൊരു വർക്ക് തന്നിട്ടുണ്ടോ കുഞ്ഞാപ്പൂ ചെയ്യാത്തേ? എനിക്ക് വലിയ മീൻ മുറിക്കുന്ന കാണണം. ഓഹോ, എന്താ വാ മുറിച്ചുള്ള കാര്യമേ? വാ മുറിച്ച് പറ. ഓ ഗോഡ്, അയ്യേ അത് തല മുറിച്ചു. അപ്പൊ അതിന്റെ ബ്രെയിൻ ഏതാ വരുമേ? ബ്രെയിൻ അതായിരുന്നു. അതാ ബ്രെയിൻ. ഇതിന്റെ അകത്തായിരുന്നു ബ്രെയിൻ. നത്തല്. കുഞ്ഞപ്പന് ഏത് ഫിഷാ ഏറ്റവും ഇഷ്ടം? നത്തല്. നത്തല് മീനാ? ഇത് മീനാ ഇഷ്ടം? അല്ല, ഇതാ എന്നാ കാണിക്കുന്ന ഇഷ്ടം? വറക്കുന്നതാണോ കറി വെക്കുന്നതാണോ? എനിക്ക് വറക്കുന്നു. നമ്മുടെ മീനിങ്ങനെ പീസ് പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വൃത്തിക്ക് കഴുകിയെടുക്കണം. ഈ മീൻ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടു വിരുത്തിയാക്കണം. അങ്ങനെ നമ്മുടെ പേരറിയാത്ത മീന് നമ്മൾ കഴുകി വൃത്തിയാക്കി മസാലയെല്ലാം തേച്ച് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ആൻറ്റിയുടെ അടുത്തുനിന്ന് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത് തോരന് വേണ്ടിയിട്ട് തയ്യാറാക്കാം കേട്ടോ. പിന്നെ കുറച്ച് ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരുവും
പിന്നെ ഈ മുരിങ്ങയിലയും കൂടി രണ്ടും കൂടി ചാറുകറിയായിട്ട് ഒഴിച്ചു കൂട്ടാനുള്ളതായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ ഫ്രൈയും ചക്കക്കുരു മുരിങ്ങയിലയും തേങ്ങ അരച്ച കറിയാക്കുവാണ് കേട്ടോ. അപ്പോൾ നല്ല ചക്കക്കുരു മുരിങ്ങയിലയും കൂടി കറിയാക്കിയിട്ടുണ്ട്. നമുക്ക് ചോറ് കഴിച്ചാലോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് തോരൻ കറി വെച്ചതൊക്കെ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പോഴേക്ക് സത്യത്തിൽ ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ എടുക്കാൻ മിസ്സായിപ്പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.